ഹലോ, ബാക്ക് അഗെയിൻ. ഇത് കുറച്ച് നാൾ മുമ്പ് എടുത്തു വെച്ചൊരു വീഡിയോ ആണ് കേട്ടോ. ഇത് ആക്ച്വലി മമ്മിയുടെ ഒരു വെരി സ്പെഷ്യൽ ചക്കയുടെ റെസിപ്പിയാണ്. ചക്കയടയ്ക്ക് വേണ്ട തേങ്ങാക്കൊത്തും തേങ്ങ ചിരവിയതും എല്ലാം മമ്മിയുടെ റെഡി ആക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ചക്കയുടെ മെയിൻ ഇൻഗ്രീഡിയന്റ് ആയിട്ടുള്ള ഈ ഒരു ഇലയും ഇതാ പാൻ വെച്ചു, നെയ്യ് ഒഴിച്ചു. ഈ നെയ്യ് നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്ന കേട്ടോ മമ്മി. ഇനി നെയ്യ് ഒന്ന് ചൂടായി കഴിയുമ്പോഴത്തേക്കും ആ തേങ്ങാക്കൊത്ത് എന്നിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. നിങ്ങളുടെ വീട്ടിലും ഇങ്ങനെയാണോ ചക്കയുടെ ഉണ്ടാക്കുന്നതെന്ന് കമന്റ് ചെയ്യണേ. അവസാനം ഇതൊന്ന് റോസ്റ്റ് ആക്കി കിട്ടുമ്പോഴത്തേക്കും കയ്യിലിരിക്കുന്ന കാഷ്യൂ നട്ട്സും കൂടെ നമുക്കൊന്ന് ഒടിച്ചിടാം. ഇതിന്റെയൊക്കെ ഇടയിൽ എനിക്കുള്ള പങ്കും മമ്മി തരാൻ മറന്നില്ല. ഇനിയിപ്പോ ഇതെല്ലാം കൂടെ അങ്ങോട്ട് റോസ്റ്റ് ചെയ്തെടുക്കുക. ചക്കയും ശർക്കരയും കൂടെ മമ്മി നന്നായിട്ട് വിളയിച്ച് ഓൾറെഡി ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനി ഈ ചക്കയിലേക്ക് മമ്മി നേരത്തെ ചെലവ് വെച്ചിരിക്കുന്ന തേങ്ങയും തേങ്ങാക്കുത്തും കാഷ്യൂ നട്ടും എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്യാൻ പോവാം. ഇനി ഇതിന്റെ മെയിൻ ഇൻഗ്രീഡിയന്റ് അരിപ്പൊടി മറന്നിട്ടില്ല കേട്ടോ. അതിനി കുറച്ചായിട്ട് ഇതിലേക്ക് ആഡ് ചെയ്ത് മൊത്തത്തിലൊന്ന് മിക്സ് ചെയ്ത് ഈ ഒരു മാവ് സെറ്റാക്കി ഒന്ന് എടുക്കണം. കുറച്ച് നല്ല സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതിന്റെ ഫൈനൽ സ്റ്റേജ്. ഇനി ഇത് ഇലയിൽ പൊതിഞ്ഞ് ഓരോന്നും വേവിക്കാൻ വേണ്ടി വെക്കണം. ഇനിയിപ്പം അങ്ങോട്ട് മമ്മി ഷടപടി എന്ന് പരിപാടിയൊക്കെ തീർത്തോളൂ. ഞങ്ങളുടെ വീട്ടിൽ ഓൾമോസ്റ്റ് എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു ഈവനിങ് സ്നാക്ക് ആണ് കേട്ടോ ഇത്. ഞാൻ ചെല്ലുന്ന എല്ലാ ആഴ്ചയും മമ്മി ഇതെനിക്ക് മുടങ്ങാണ്ട് ഉണ്ടാക്കി തരും. പക്ഷെ എത്ര കഴിച്ചാൽ ഇതിനോട്ടുള്ള കുതി മാറില്ല കേട്ടോ. മമ്മി ഫൈനൽ സ്റ്റേജിൽ റാപ്പപ്പ് ചെയ്തോണ്ടിരിക്കുക. ഇതൊന്നുമല്ല, ഇതിന്റെ ഹൈലൈറ്റ് അവസാനം ആ ചക്കയുടെ വെന്ത് കഴിയുമ്പോൾ കിട്ടുന്ന ആ ഒരു മണം. ഇനി ആ ചക്കയുടെ കഴിക്കാനുള്ള വെയിറ്റിംഗ് ആണ്. ഇവിടെ വെയിറ്റ് ചെയ്യുന്നത് ഞാനും മമ്മിയും മാത്രമല്ല കേട്ടോ, ഞങ്ങൾക്ക് കുറച്ച് ഗസ്റ്റും വന്നിട്ടുണ്ട്. ആൻഡ് അങ്ങനെ ഫൈനലി ഞങ്ങളുടെ ചക്കയുടെ റെഡിയായി ഗായ്സ്.